ഹായ് ഹലോ നമസ്കാരം പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ബൈജു ആണ്. ഒരുപാട് സന്തോഷത്തോടെയാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എൻ്റെ ഓരോ വീഡിയോയ്ക്കും നിങ്ങൾ തരുന്ന സ്നേഹവും പ്രോത്സാഹനവും അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. നമ്മൾ ഇത്രയും കാലം എൻ്റെ 2 ഫോണുകൾ ഉപയോഗിച്ചായിരുന്നു ഷൂട്ട് ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. ഒന്ന് സാംസങ്ങിൻ്റെ S9 പ്ലസും അതുപോലെ തന്നെ ഐഫോൺ 7 പ്ലസും ആയിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന 2 മൊബൈലുകൾ. അത് വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ചെറിയൊരു മാറ്റം വിഷ്വൽസിൽ വരണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് ഇന്ന് ഒരു ക്യാമറ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. വ്ളോഗേഴ്സിനും അതുപോലെ തന്നെ യൂട്യൂബേഴ്സിനും ഒക്കെ ഒരുപാട് പ്രയോജനപ്പെടുന്ന, ഏറ്റവും കൂടുതൽ യൂട്യൂബേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ക്യാമറയാണ് ഇന്ന് നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇനി അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ വീഡിയോസും എൻ്റെ പ്രിയപ്പെട്ടവർക്കായി ചെയ്യുന്നതും. അപ്പോൾ എന്തായാലും ക്യാമറയുടെ അൺബോക്സിംഗിലേക്ക് അടക്കാം. നമ്മൾ വാങ്ങിച്ച ക്യാമറ Canon EOS M50 എന്ന ക്യാമറയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ക്യാമറ. അപ്പൊ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. എന്റെ എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് ഇത് ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ കവറിലൊക്കെ ഇത് പൊതിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്കിത് തുറന്നു. ഓക്കെ, ഇതാണ് Canon EOS M50 എന്ന മിറർലെസ് ക്യാമറയുടെ ബോഡി. ഈ ക്യാമറ ഒരു ലൈറ്റ് വെയ്റ്റ് ക്യാമറയാണ്. ഒപ്പം നല്ല സ്റ്റൈലിഷ് ഡിസൈനാണ്. ക്യാമറ കാഴ്ചയിൽ ചെറുതാണെങ്കിലും ഇതിനകത്ത് നിന്ന് കിട്ടുന്ന വീഡിയോസിൻ്റെയും ഫോട്ടോസിൻ്റെയും റിസൾട്ട് അത് അതിശയിപ്പിക്കുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ ഇങ്ങനെ മടക്കി ടിൽറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസ്പ്ലേ ആണ്. ഒട്ടുമിക്ക യൂട്യൂബ് വ്ളോഗേഴ്സും യൂട്യൂബേഴ്സും വീഡിയോ പകർത്തുന്നത് M50 എന്ന ഈ ക്യാമറയിലൂടെയാണ്. സാധാരണഗതിയിൽ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ നമ്മൾ ക്യാമറ പിടിക്കേണ്ടി വരുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെയായിരിക്കും. ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് നമുക്ക് ഇതേ സ്ക്രീൻ തന്നെ തിരിച്ചു വെച്ച് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു രൂപത്തിലാണ് ഈ ക്യാമറ നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു ലെൻസ് വരുന്നുണ്ട്. ഇതാണ് കിറ്റ് ലെൻസ്. 1545ന്റെ കിറ്റ് ലെൻസ് ആണ് വരുന്നത്. അപ്പോൾ ക്യാമറ ഈ ബോഡിയും അതുപോലെ തന്നെ ഈ ലെൻസും കൂടെ നമുക്ക് വന്നിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 48,000 ആണ്. അപ്പോൾ നല്ലൊരു ക്യാമറ, ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് വ്ളോഗേഴ്സിന് യൂട്യൂബേഴ്സിന് നല്ല കളർ ഡെപ്തോടു കൂടി, നല്ല ക്ലാരിറ്റിയോടുകൂടി, ഹൈ റെസൊല്യൂഷൻ 4K അടക്കം ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ വേണ്ടി, 4K വീഡിയോസ് അടക്കം എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് ആൾക്കാർ പറയുന്നത് ഇതിൻ്റെ ബാറ്ററി കൺസംഷൻ കുറച്ച് കൂടുതലാണ്. കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇത് എടുക്കുന്നത്, ഇതൊരു മിറർലെസ് ക്യാമറ കൂടിയാണ്. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്ന സമയത്ത് ഒരു 3/4 മണിക്കൂറൊക്കെ അല്ലെങ്കിൽ 1 മണിക്കൂറിനകത്ത് മാത്രമേ നമുക്ക് കണ്ടിന്യൂസ് ഷൂട്ടിങ്ങിന് ഈ ക്യാമറ പറ്റൂ എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ നമ്മൾ 1-2 ബാറ്ററി കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. ഇതിൻ്റെ കൂടെ ഒരു സ്ട്രാപ്പ് വരുന്നുണ്ട്. നമുക്കൊരു എന്താ പറയണ്ടേ, ഒരു സെക്യൂർ ആയിട്ട് നമ്മൾ ക്യാമറ പിടിക്കുന്നതിന് അല്ലെങ്കിൽ കഴുത്തിലേക്ക് തൂക്കിയിടുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒരു EOSന്റെ ഒരു സ്ട്രാപ്പ് വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ചാർജർ വരുന്നത്. LPE12ന്റെ ബാറ്ററിയാണ്. ഇതാണ് ഈ ക്യാമറയുടെ ബാറ്ററി വരുന്നത്. കൂടാതെ ഇതിൻ്റെ കൂടെ ഒരു 16 GB കാർഡാണ് കിട്ടുന്നത്. അപ്പോൾ അത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ട് കാർഡ് 64 GB ഒരു കാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. 64 GB 170 MB/s പോകുന്ന ഒരു കാർഡ്. ഇതും കൂടിയാണ്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിൻ്റെ കൂടെ വാങ്ങിച്ചിട്ടുള്ളത്. കൂടാതെ ബോക്സിനകത്ത് പിന്നെ വരുന്നത് അതിൻ്റെ വാറണ്ടി കാർഡും ബില്ലുമാണ്. ഇതാണ് ബില്ല്. അതുപോലെ തന്നെ വാറണ്ടി കാർഡ്, യൂസർ മാനുവൽ, ഇത്രയും സംഭവങ്ങളാണ് ഈ ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ബാറ്ററി ഇട്ട് അതുപോലെ തന്നെ മെമ്മറി കാർഡും കൂടി ഇട്ട് നമുക്ക് ഈ ക്യാമറ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, ബാറ്ററി നമ്മൾ ഇടുന്നത് പിറകിലാണ്. ഇങ്ങനെ ഒരു സ്വിച്ച് ഉണ്ടാകും, ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഇതാ ഈ പൊസിഷൻ ഇപ്പുറത്ത് വരുന്ന രൂപത്തിലാണ് ബാറ്ററി ഇടേണ്ടത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ബാറ്ററി ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ മെമ്മറി കാർഡാണ് ഇടേണ്ടത്. ഇതാ അങ്ങനെ മെമ്മറി കാർഡും നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്യാമറയിലേക്ക് ലെൻസ് ഫിക്സ് ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് ഈ ക്യാപ്പ് ഒന്ന് ഊരണം. ഈ ക്യാപ്പ് ഇതിനകത്ത് ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ ഫംഗസോ കാര്യങ്ങളോ പൊടിയോ ഒന്നും കയറാതിരിക്കാൻ, ഇതിൻ്റെ അകത്തോട്ട് ഒന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സേഫ് ആയിട്ട് ഇങ്ങനെ ഒരു ക്യാപ്പ് ഇടുന്നത്. നമുക്ക് ആദ്യം ക്യാപ്പ് ഊരുന്നതിന് തൊട്ട് മുമ്പേ ലെൻസ് ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കണം. ലെൻസ് നമ്മൾ തുറക്കുവാണ്. കണ്ടില്ലേ, ഇതാണ് ലെൻസ്. ഇനി നമുക്ക് ക്യാമറയുടെ ക്യാപ്പ് ഒന്ന് അഴിച്ചെടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വൈറ്റ് ഡോട്ട് കണ്ടില്ലേ, ഈ വൈറ്റ് ഡോട്ട്
ഈ വൈറ്റ് ഡോട്ടും ഇത് രണ്ടും നേരെ വരണം. നേരെ വന്നതിന് ശേഷം മാത്രമാണ് ഇത് ലോക്ക് ചെയ്യുന്നത്. ശ്രദ്ധിച്ചോളൂ. ജസ്റ്റ് ഒന്ന് ഇതിനകത്തോട്ട് ഫിക്സ് ചെയ്തു. അതിനുശേഷം ഒന്ന് ഈ ശബ്ദം വരും. ഇപ്പോൾ നമ്മൾ ക്യാമറയിൽ ലെൻസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഓൺ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഫ്രണ്ടിൽ ഒരു ക്യാപ്പ് കൂടെ ഉണ്ട്. ആ ക്യാപ്പ് കൂടെ ഊരിയെടുത്തിരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ക്യാമറ ഒന്ന് ഓൺ ചെയ്യാം. ഇതാണ് ഓൺ ചെയ്തു. നമ്മുടെ ക്യാമറ ഓൺ ആയിരിക്കുന്നു. ഇത് നമുക്കറിയാമല്ലോ, നോർമലി നമ്മൾ ചെയ്യുമ്പോൾ ഇത് സൂം ഇൻ ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്യാമറയെ കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ല. ആദ്യമായിട്ടാണ് ക്യാമറ എടുക്കുന്നത്. നമ്മുടെ ഇങ്ങനെ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇത് ആദ്യമായിട്ട് വാങ്ങിക്കുന്നത്. മുന്നേയൊക്കെ നമ്മുടെ സൈബർ ഷോട്ട്സിന്റെ ചെറിയ ക്യാമറയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു മിറർലെസ് ക്യാമറ കയ്യിലെടുത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. ഇനി നമുക്ക് ഈ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. വ്ളോഗേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കണ്ടുകൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് M50യെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ക്ലാരിറ്റിയാണ്. ഇതിന്റെ ഹൈ റെസൊല്യൂഷൻ വീഡിയോസ് ആണ് നമുക്ക് കിട്ടുന്നത്. 4K നമുക്ക് ഇതിനകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എന്തുകൊണ്ടും ആർക്കും ധൈര്യത്തിൽ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ക്യാമറയാണ് കാനോണിന്റെ EOS M50 എന്ന് പറയുന്ന ഈ മിറർലെസ് ക്യാമറ. അപ്പൊ എന്തായാലും ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന എല്ലാ വീഡിയോസും ഇത് വെച്ചിട്ടായിരിക്കും. അപ്പൊ നമ്മൾ തൽക്കാലം നമ്മുടെ 2 മൊബൈലിനോടും, അതായത് സാംസങ്ങിന്റെ S9 പ്ലസിനോടും അതുപോലെ തന്നെ iPhone 7 പ്ലസിനോടും തൽക്കാലത്തേക്ക് വിട പറയുകയാണ്. ഇനി നമ്മൾ സ്വിച്ച് ചെയ്യുന്നത് ഈ ക്യാമറയാണ്. ഇതിന്റെ ക്ലാരിറ്റി അല്ലെങ്കിൽ ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയാണ് നമ്മൾ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ ക്യാമറ. യെസ്, ഇതാണ് നമ്മുടെ Canon EOS M50 എന്ന് പറയുന്ന ക്യാമറയുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ക്ലാരിറ്റി. സാധാരണ ഒരു മൊബൈൽ ക്യാമറയിൽ നിന്ന് മിറർലെസ് ക്യാമറയിലേക്ക് മാറുമ്പോൾ ഡിഫറൻസ് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അത്രയും നല്ല ക്വാളിറ്റി പിക്ചേഴ്സ് ആണ്. നല്ല കളർ ഡെപ്തിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ സൂമിങ് ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. കഴിഞ്ഞ 8 മാസമായി നമ്മൾ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് 8 മാസത്തിന് ശേഷം മോണിറ്റൈസേഷന് ശേഷം ഒരു ക്യാമറ എടുക്കാം എന്നുള്ള ധാരണയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനായിട്ട് ഞാൻ ആദ്യം ഈ കാര്യം പറഞ്ഞത് എൻ്റെ ഏറ്റവും ഉറ്റ സുഹൃത്തായ ബേസിൽ അടിമാലിയോടായിരുന്നു. അവൻ തന്നെ എറണാകുളത്ത് നിന്ന് Canon M50യുടെ എല്ലാ കാര്യങ്ങളും അവൻ പർച്ചേസ് ചെയ്ത് എനിക്ക് അയച്ചു തന്നു. കൂടാണ്ട് ബേസിക് ആയിട്ടുള്ള ക്യാമറയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നു എന്ന് വേണമെങ്കിൽ പറയാം. അവനുള്ള നന്ദി എത്ര പറഞ്ഞാലും മതിയാവില്ല. ഒരുപാട് സന്തോഷം ബേസിൽ. ഐ എം സോ ഹാപ്പി. അതുപോലെ തന്നെ ഐ എം സോ താങ്ക്ഫുൾ ടു യു. ഇനി Canon M50യിൽ നമ്മുടെ പ്രിയ സുഹൃത്ത് ബേസിൽ അടിമാലി ഒപ്പിയെടുത്ത ചില വീഡിയോസും ഫോട്ടോസും കാണാം. വേറൊരു കാര്യം കൂടെ പറയാൻ വേണ്ടി വിട്ടുപോയി. Canon M50യുടെ കൂടെ ഇതുപോലുള്ള ഒരു കിഡിലൻ ബാഗ് കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ സംഭവങ്ങളും ക്യാമറയായാലും ലെൻസ് ആയാലും മെമ്മറി കാർഡ് ആയാലും ചാർജർ ആയാലും എല്ലാം കൃത്യമായിട്ട് വെക്കാൻ പാകത്തിലുള്ള ക്വാളിറ്റിയിൽ നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയിലുള്ള നല്ലൊരു കിഡിലൻ ബാഗാണ്. ഇനി കുറച്ച് സ്റ്റുഡിയോ സെറ്റപ്പിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എത്രയും പെട്ടെന്ന് കിട്ടും. അതിനുശേഷം ഒരു സ്റ്റുഡിയോ സെറ്റപ്പിനെ കുറിച്ചൊരു വീഡിയോ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഒരുപാട് സന്തോഷം എൻ്റെ എല്ലാ വീഡിയോകൾക്കും നിങ്ങൾ തരുന്ന സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും. അപ്പം ഇനിയും അങ്ങോട്ടും എൻ്റെ വീഡിയോകൾ എല്ലാവരും കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എഴുതി അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും, വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടണിലുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോകൾ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയെല്ലാം നമ്മുടെ Canon EOS M50 വഴിയായിരിക്കും നിങ്ങളിലേക്ക് എത്തുന്നത്, നല്ല ക്വാളിറ്റിയോടുകൂടി. അപ്പം ഈ അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോ കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ ഇന്ന് നിങ്ങളുമായി പറഞ്ഞു പിരിയുന്നു. നിങ്ങളുടെ സ്വന്തം ബൈജൂസ് സൈനിങ് ഔട്ട്.